ചേരട്ടെ ഞാൻ യേശുനാഥ എന്നേരം നീയാണെന്നെല്ലാമെല്ലാം ഇന്നും ഇന്നും എൻ പിതാവ് നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ എന്നേരം നീയാണെന്നെല്ലാമെല്ലാം എന്നും ഇന്നും എൻ പിതാവ് ഞാനകന്നാലും നീ അകലില്ല ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ നകന്നാലും നീ അകലില്ല ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ എൻ്റെ എല്ലാമെല്ലാം നീ എൻ ജീവനും പ്രാണനും നീ എൻ്റെ എല്ലാമെല്ലാം നീ എൻ ജീവനും പ്രാണനും നീ നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ എന്നേരം എല്ലാമെല്ലാം എന്നും എന്നും എൻ പിതാവ് നീ സ്നേഹം നൽകി നിൻ പ്രാണൻ നൽകി എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി സ്നേഹം നൽകി നിൻ പ്രാണൻ നൽകി എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി എൻ്റെ എല്ലാമെല്ലാം നീ എൻ ജീവനും പ്രാണനും നീ എൻ്റെ എല്ലാമെല്ലാം നീ എൻ ജീവനും പ്രാണനും നീ ആരോട് ചേരട്ടെ ഞാൻ യേശുനാഥ എന്നേരം നീയാണെന്നെല്ലാമെല്ലാം എന്നും എന്നും എൻ പിതാവ് ആരോട് ചേരട്ടെ ഞാൻ യേശുനാഥ എന്നേരം നീയാണെന്നെല്ലാമെല്ലാം എന്നും എന്നും എൻ പിതാവ്. ഈ ഒരു സെഷൻ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രായോഗികമായിട്ട് ഡിസ്കസ് ചെയ്താലൊന്ന് ചിന്തിക്കുന്നുണ്ട്. ഫാമിലി റിലേഷൻഷിപ്സ് നമുക്ക് ഒരു വാക്കുകൂടെ നമുക്ക് കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. അവിടുത്തെ സ്നേഹത്തെ കുറിച്ച് ഞങ്ങളെ കേട്ടുവല്ലോ. അവിടുത്തെ സ്നേഹത്താലെ ഞങ്ങളെ കർത്താവേ ഒരിക്കൽ കൂടെ ഫ്രഷായിട്ട് ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ മാർഗോട് ഞങ്ങളെ ചാരിക്കൊണ്ട് ചേർന്നുകൊണ്ട് കർത്താവേ അവിടുത്തെ ആ സ്നേഹത്തിന്റെ ഊഷ്മളതയെ ആ വലിയ സമാധാനത്തെ സ്വസ്ഥത അനുഭവിക്കാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. കർത്താവേ ഞങ്ങള് അല്പസമയം വീണ്ടും കർത്താവേ അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ചും കർത്താവെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ കർത്താവെ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങളെ ഗൈഡ് ചെയ്യണം. അവിടുത്തെ ജ്ഞാനം വിസ്റ്റം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ കർത്താവെ ജ്ഞാനമില്ലാത്തവരാണ് കർത്താവെ, നാം അവിടുന്നാണ് ഞങ്ങളുടെ ജ്ഞാനവും ശക്തിയുമായിട്ടായിരിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവെ, അങ്ങയിൽ ശരണപ്പെടുന്നു. അവിടുത്തെ നാമത്തെ മുഹൂർത്തപ്പെടുത്തിയായിട്ട് എല്ലാം യേശുവിന് വലിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സോ കുടുംബ ബന്ധങ്ങൾ
ഫാമിലി റിലേഷൻഷിപ്സ്. നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിന്റെ ക്രിസ്ത്യ ജീവിതം, നമുക്ക് വ്യക്തിപരമായ ഒരു ജീവിതമുണ്ട്. കർത്താവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ ഒരു അടിത്തറയായിട്ട്, അടിസ്ഥാനമായിട്ട് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ അതിന്റെ ഒന്നാമത്തെ നില നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കർത്താവായിട്ടുള്ള ഒരു നടപ്പാണെന്ന് പറയാം. അതിന്റെ മേലെയുള്ള ഒരു നില, അതിന്റെ രണ്ടാമത്തെ നില നമ്മളുടെ കുടുംബജീവിതം. പിന്നീടാണ് നമ്മളുടെ മൂന്നാമത്തെ നിലയായിട്ട് നമ്മുടെ സഭാജീവിതം, നമ്മുടെ ശുശ്രൂഷ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് സാക്പിൻ എന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യൻ സാധാരണയായിട്ട് പറയുന്നത് കേൾക്കാറുണ്ട്. അത് നമ്മുടെ വചനത്തിലേക്ക് നോക്കുമ്പോൾ ആ ഒരു പ്രയോറിറ്റി, ആ ഒരു ഓർഡർ നമ്മൾ കാണുന്നുണ്ട്. നമ്മളുടെ സഭയിലുള്ള നമ്മുടെ ശുശ്രൂഷയും നമ്മളുടെ മറ്റുള്ളവരുടെ മുമ്പിലുള്ള നമ്മുടെ സാക്ഷ്യവും ഒക്കെ നമ്മളുടെ കുടുംബജീവിതത്തിൽ ആ കാര്യങ്ങളെല്ലാം അത് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദൈവവും ഭാഗ്യം, മനുഷ്യനും ഭാഗ്യം, ഒരു പ്രാഗൽഭ്യമില്ലാതായി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ഒരു മൊബൈൽ വർക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മൊബൈൽ ആർക്കെങ്കിലും കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുക്കുമോ? ഇല്ല അല്ലേ? വീട്ടിൽ എന്തായാലും ഇത് വർക്ക് ചെയ്യാത്ത മൊബൈൽ, അപ്പൊ അതുകൊണ്ട് ഗിഫ്റ്റായിട്ട് കൊണ്ട് കൊടുത്തേക്കാൻ നമ്മൾ വിചാരിക്കും. ഇല്ല, എന്ന് പറഞ്ഞാൽ വീട്ടിൽ വർക്ക് ചെയ്യാത്ത സുവിശേഷം നമ്മൾ ബാക്കിയുള്ളവരോട് എങ്ങനെ പറയാൻ വെക്കും? നമ്മളുടെ വീട്ടിലെ ആ ഒരു സ്നേഹവും ക്ഷമയും കരുതലും കീഴടങ്ങുന്ന മനോഭാവവും എല്ലാം അത് വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലേ ആ വചനം നമുക്ക് ഇതാണ് മാറ്റമില്ലാത്ത ദൈവവചനമായിട്ട്, സുവിശേഷമായിട്ട് അവിശ്വാസികളുടെ അടുത്തും നമ്മളുടെ അവിശ്വാസികളുടെ ബന്ധുക്കളുടെ അടുത്തും സുഹൃത്തുക്കളുടെ അടുത്തും ഒക്കെ പറയാൻ ഒക്കെയുള്ളൂ. അപ്പം ദൈവത്തിന്റെ വചനത്തില് ആ ഒരു ഉടമ്പടി, വിവാഹത്തിന്റെ ഉടമ്പടിയെ കുറിച്ച് പറയുന്നൊരു വാക്യം നിങ്ങൾക്കറിയാം. ഇവിടെ മലാഖി പുസ്തകത്തിലുണ്ട് അല്ലേ? മലാഖി പുസ്തകം, അതായത് നമ്മൾ പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം ഏതാ? മലാഖിയുടെ പുസ്തകം. ആ മലാഖിയുടെ പുസ്തകത്തില് അവിടെ പഴയ നിയമത്തിന്റെ അവസാനത്തെ പ്രവചന പുസ്തകമായിട്ട് ഈ മലാഖിയുടെ പ്രവചനം നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് വരുന്നതിനും ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ആ പുസ്തകം. കർത്താവ് വരുന്നതിന് 400ഓളം വർഷങ്ങൾക്ക് മുമ്പ്, BC 433 എഴുതപ്പെട്ട പുസ്തകം. അവിടെ അന്നത്തെ ആ ഒരു ഇസ്രായേൽ മക്കളുടെ വലിയൊരു ബാക്ക് സ്ലൈഡിങ്, ഒരു പിന്മാറ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ രണ്ടാമത്തെ അധ്യായത്തിൽ, മലാഖി പുസ്തകം 2-ാം അധ്യായത്തില് അതിന്റെ 13-ാമത്തെ വാക്യത്തില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്: രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, യഹോവ അത് മതി. അതായത് നമ്മൾ ദൈവമുമ്പാകെ വന്ന കണ്ണുനീരും കരച്ചിലും ഞരക്കവും എല്ലാം ഉണ്ട്. യു കവർ ദ ഓൾട്ടർ ഓഫ് ദ ലോർഡ് വിത്ത് ടിയേഴ്സ്, വിത്ത് വീപ്പിംഗ് ആൻഡ് വിത്ത് ഗ്രോണിങ്. പക്ഷേ ദൈവം ഈ വഴിപാടൊന്നും കൈക്കൊള്ളുന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ഒരു കരച്ചില്, നിലപാട്, വഴിപാട്, എല്ലാ കാര്യങ്ങളും എല്ലാം. എന്നാൽ ദൈവം ആ വഴിപാട് അതില് യഥാർത്ഥത്തില് പ്രസാദിക്കാതെ വണ്ണം ഇരിക്കുന്നൊരവസ്ഥ അന്ന് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നൊരവസ്ഥ നമ്മളും അതേ ജഡത്തിലുള്ളവരാ. നമുക്കും ആ ഒരു അവസ്ഥ വന്നുകൂടായികയില്ല. നമ്മൾ ആത്മീയമായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാ ദൈവം പറയുന്നത് ഞാനിതൊന്നും കൈക്കൊള്ളുന്നില്ല. നിങ്ങള് അവിടെ യാഗപീഠത്തിൽ വന്നെങ്കിൽ കരച്ചില്, കണ്ണുനീര് കൊണ്ട് മൂടുവാണ്, വലിയ ഞരക്കങ്ങളും വലിയ നിലവിളിയെല്ലാം ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ 14-ാമത്തെ വാക്യത്തിൽ, എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കും. എന്തുകൊണ്ട് ദൈവമേ അവിടുന്ന് പ്രസാദിക്കാതെ, എന്തുകൊണ്ടാണ് കൈക്കൊള്ളാത്ത എന്റെ യാഗം? എന്താ കുഴപ്പം? യഹോവ നിനക്കും അതെ അതെ അവിടെ അതെ അവിടെ വിവാഹ ജീവിതത്തിലുള്ള ഒരു അവിശ്വസ്തത കണ്ടിട്ടാണ് ദൈവം പറയുന്നത്, ഞാന് നിങ്ങളുടെ യാഗം ഞാൻ കൈക്കൊള്ളുന്നില്ല എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് എന്താ? എന്നാൽ നിങ്ങളത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നു, യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും. നീ യൗവനത്തിലെ ഭാര്യ എന്നുള്ളൊരു വൈഫ് ഓഫ് യുവർ യൂത്ത്
എന്ന് പറയുന്നതിന്റെ ആ ഒരു പ്രയോഗത്തിന്റെ കാരണം എന്താ എന്ന് പറഞ്ഞാല്, ആ, ആദ്യം ഭാര്യയെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ യൗവനത്തിലൊരു ഭാര്യ, പിന്നെ ഇപ്പം ഒക്കെ ചുക്കും ചുള്ളിഞ്ഞും ഒക്കെ ആയി, വലിയ വയസ്സായി, വലിയ സുന്ദരിയൊന്നും അല്ല ഇപ്പൊ. അപ്പൊ അപ്പം ചിലപ്പോ നമ്മളുടെ കണ്ണ് വേറെ പലയിടങ്ങളിലോട്ടും ഒക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ വന്നുകൂടായികയില്ല. അപ്പൊ ആ ഒരു യൗവനത്തിലെ ഭാര്യ, നീ ഏതൊരവസ്ഥയിൽ നിന്റെ ഭാര്യയെ നീ സ്നേഹിച്ച് നീ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ നീ ഭർത്താവിനെ കണ്ട് ആ, അത് ആ, അവന് കീഴ്പ്പെട്ടുകൊള്ളാന്ന് പറഞ്ഞ് നീ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചു. ആ യൗവനത്തിലെ ഭാര്യ, ആ യൗവനത്തിലെ ഭർത്താവ്, അതാ നീ അവിശ്വസത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മതി സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയാണ്. ഷീസ് യു കമ്പാനിയൻ. ആ ഒരു ഫെലോഷിപ്പ്, മാരേജ്, വിവാഹം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവം വിവാഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്? അതിൽ പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു കൂട്ടായ്മ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവനൊരു തക്ക തുണയെ ദൈവം കൊടുക്കുന്ന കാര്യം നമ്മളെ ഉൽപ്പത്തി 2-ാം അധ്യായത്തിലെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്യൂട്ടബിൾ ഹെൽപ്പർ. അപ്പം ഏകനായിരിക്കാതെ എപ്പോഴും കൂടെ. ഇപ്പൊ ഞങ്ങള് എന്നെ പലയിടത്തൊക്കെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഐ ഡു നോട്ട് ലൈക്ക് ടു ഗോ അലോൺ. ഐ ഓൾവേസ് വിഷ് ആക്ച്വലി മൈ ഫാമിലി ഓൾസോ അക്കമ്പനീസ് മീ. ഇങ്ങനെ പ്രായമുള്ള ചില കാരണങ്ങളാൽ ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ ഒരുമിച്ച് എല്ലാവർക്കും പോകാൻ പറ്റണമെന്നില്ല. പക്ഷെ എങ്കിൽ പോലും കഴിവതും ഞങ്ങൾ എന്താ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് ട്രാവൽ ചെയ്യാനാണ് ഞങ്ങള് താല്പര്യപ്പെടുന്നത്. വെച്ചാൽ അതൊരു സന്തോഷം. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ വലിയ പറയുന്നതിന്, പക്ഷെ നിങ്ങൾ എൻ്റെ ഭാര്യയും മക്കളെയും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അതൊരു സന്തോഷമാണെന്ന് എനിക്കറിയാം. എസ്പെഷ്യലി സഹോദരിമാർക്ക്, അല്ലേ? വലിയ വലിയ എന്തൊക്കെയോ ഇദ്ദേഹം വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കൾക്കും ഒക്കെ ഇദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കൂലേ. വലിയ വലിയ ദൈവദാസന്മാരാ, പക്ഷെ ചിലപ്പം അവിടെ വീട്ടിൽ ചെന്ന് ചോദിക്കണം. അങ്ങനെയൊക്കെയുള്ള പല അവസ്ഥകളും ഒക്കെ ഇന്ന്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി എന്താ പറയുന്നത്, ക്രിസ്തീയമായിട്ടുള്ള ഒരു ഭക്തിയുടെ വേഷമുണ്ട്, എന്നാൽ ഒരു ശക്തിയില്ലാത്ത ഒത്തിരി, നമ്മൾ ആരെ കല്ലെറിയാൻ വേണ്ടിയല്ല, നമ്മളെല്ലാവരും ഒരേ ജഡമുള്ളവരായിരുന്ന നമ്മൾ ആ കാര്യങ്ങളൊക്കെ വിവേചിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളുടെ ആ ഒരു ആ ഒരു കൂട്ടായ്മ, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ആ ഒരു കൂട്ടായ്മ, ആ ഒരു ആദ്യസ്നേഹം എന്നുള്ള വാക്ക് നമുക്ക് പരിചയമുണ്ട്, അല്ലേ? എന്താ അവിടെ എഫേസ്യ സഭയ്ക്ക് വേണ്ടി വെളിപാട് പുസ്തകം 2-ന്റെ 4-ാമത്തെ വാക്യത്തില് അവിടെ യോഹന്നാൻ അപ്പോസ്തലനോട് കർത്താവ് എഴുതാൻ പറയുവാണ്. സഭകൾക്ക്, 7 സഭകൾക്കുള്ള ദൂത് എഴുതാൻ പറയുമ്പോൾ ആദ്യം എഫേസ്യ സഭയ്ക്ക് എഴുതുമ്പോൾ എഫേസ്യ സഭയ്ക്ക് ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ഞാൻ ഇതും കൂടെ ഒന്ന് വായിച്ച് നമുക്ക് അങ്ങോട്ട് വെളിപാട് 2-ലേക്ക് പോകാം. ഇവിടെ കമ്പാനിയൻ ആൻഡ് യു വൈഫ് ബൈ കവനന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ, അല്ലെങ്കിൽ നിന്റെ ഉടമ്പടിയുടെ ഭാര്യയുമല്ലോ. ധർമ്മപത്നി എന്നുള്ളൊരു വാക്കം സത്യവേദ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ വൈഫ് ബൈ കവനന്റ് എന്നുള്ളൊരു കാര്യം, ഉടമ്പടിയുടെ ഭാര്യ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. ആ ഒരു ഉടമ്പടി, ഒരു ഉഭയസമ്മതപ്രകാരം പരസ്പര സമ്മതത്തോടെ ഒരു കവനന്റ്, ഒരു അത് അങ്ങനെയുള്ള ഒരു കവനന്റ്, അത് നാം എത്രമാത്രം സീക്രട്ട് ആയിട്ട് കരുതുന്നുണ്ട്. നമ്മുടെ ചിന്തയിലോ നമ്മളുടെ നോട്ടത്തിലോ നമ്മളുടെ പ്രവൃത്തികളിലോ എന്തെങ്കിലുമൊക്കെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ന്യായീകരിച്ച് അത് അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണോ, അതോ നമ്മൾ എളുപ്പം തന്നെ ഏറ്റു പറഞ്ഞ് കർത്താവേ ഞാൻ ഭാര്യ എന്നുള്ള നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് കുറവ് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ആദ്യ സ്നേഹത്തിന്റെ ആ കാര്യം, ആ വാക്യം നമുക്ക് വെളിപാടിലേക്ക് പോവുകയാണെങ്കിൽ, വെളിപാട് 2-ാം അധ്യായത്തില്, വെളിപാട് 2-3 അധ്യായങ്ങളിൽ എത്ര സഭകൾക്കുള്ള ദൂത് എഴുതുന്നേ? അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ സൺഡേ സ്കൂൾ ചിൽഡ്രൻ പറഞ്ഞേ 7 സഭകൾക്കുള്ള ദൂത് എഴുതുന്നുണ്ട്, അല്ലേ? നിങ്ങൾ ബൈബിൾ ക്വിസ് ഒക്കെ പങ്കെടുക്കുന്നവരായിരിക്കും, അല്ലേ? അപ്പൊ 7 സഭകൾക്കുള്ള ദൂതില് അവിടെ 1-ാമത്തെ സഭ ഏതാ? ചർച്ച് ടു എഫേസസിലുള്ള സഭ. അപ്പം എഫേസസ് സഭയെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ഒത്തിരി നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മള് ഭാര്യ എന്നുള്ള നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ നമുക്ക് ഒത്തിരി വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ ഒത്തിരി ത്യാഗം സഹിച്ച് രാവിലെ എഴുന്നേറ്റ് വെച്ച് വിളമ്പി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് ട്രെയിൻ കയറി, ബസ്സൊക്കെ കയറി ഞാൻ ജോലിക്കൊക്കെ പോയി സമ്പാദിച്ച് ഇവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ
ആ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ആ ഒരു ആദ്യ സ്നേഹം, അതാണ് നമ്മൾ ഈ കർത്താവും നമ്മളോടുള്ള ബന്ധത്തിലും ഭാര്യാഭർത്തൃ ബന്ധത്തിലും ഒക്കെ ഉള്ള ആ ഒരു പ്രയോഗമാണ് അവിടെ നമ്മളവിടെ കാണുന്നതിന്റെ ആ രണ്ടാമത്തെ വാക്യത്തില്, വെളിപ്പാട് 2:2 ആ, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും പുലർത്താത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലർക്ക് നിങ്ങൾ ഉം, ആ ഉം, ആ ആ നാമനിയമത്തിൽ ആ ആ ഞാൻ അറിയുന്നു, ഐ നോ, അത്രയും, അതായത് അല്ല, അവിടെ നമുക്ക് നിർത്താം. ഞാൻ അറിയുന്നു, എല്ലാം അറിയുന്ന ഒരു ദൈവത്തിന് മുമ്പാകെ ഞാനായിരിക്കുന്നത്. അപ്പൊ കർത്താവ് അറിയുന്നു എന്ന് പറയുമ്പം കർത്താവ് എന്നെ മനസ്സിലാക്കുന്നു. നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ പ്രയാസങ്ങളും സഹിഷ്ണുതയും നമ്മൾ സഹിക്കുന്നതും പലപ്പോഴും പല ചിലപ്പോ രോഗാവസ്ഥകൾ കാണും, പല ബലഹീനതകൾ കാണും, പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പല ഞെരുക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ കാണും. അതെല്ലാം നമ്മുടെ വിവാഹ ജീവിതത്തിലെ പല കാര്യങ്ങളെല്ലാം നമ്മൾ സഹിക്കുകയും പ്രയാസവും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും അറിയാത്തൊരു ദൈവത്തിന് മുമ്പാകെയല്ല നമ്മൾ ഇരിക്കുന്നത്. കഥ പറയുന്നത് എന്താ, ഞാനെല്ലാം അറിയുന്നു, ഐ നോ, ഐ നോ. നമ്മള് നോക്കുവാണെങ്കിൽ ആ 7 സഭകൾക്കുള്ള ദൂതിലും അവിടെ തുടക്കത്തിൽ കർത്താവ് പറയുന്ന ആ വാക്ക് ഐ നോ, ഐ നോ, ഞാൻ അറിയുന്നു. നമ്മളിപ്പം സ്മരണ സഭയിലോട്ടുള്ള ദൂത് 8ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോഴും ഐ നോ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ തുടങ്ങുന്നേ, മലയാളത്തിലും അതിൻ്റെ താഴോട്ട് വരുമ്പോൾ അതിന്റെ മലയാളത്തിൽ 9ാമത്തെ വാക്യത്തിന് അവസാനമാ ഇന്ന് പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു, ഐ നോ എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങുന്നൊരു കാര്യം. അവിടെ ഇംഗ്ലീഷിലും 9ാമത്തെ വാക്യത്തിലും മലയാളത്തിലും 9ാമത്തെ വാക്യത്തിന് അവസാനത്തില് ഐ നോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാം അറിയുന്നൊരു ദൈവത്തിന് മുമ്പാകെയാണ് നമ്മൾ ഒരിക്കലും. വേറെ ആരും ഇന്റെ കഷ്ടപ്പാടൊന്നും അറിയുന്നില്ല, വേറെ ആരും ഒരു നല്ല വാക്ക് പറയുന്നില്ല, എന്റെ ഭർത്താവും പറയുന്നില്ല, അമ്മായിയമ്മ പറയുന്നില്ല, അമ്മായിയമ്മ പറയുന്നില്ല, മക്കൾ എന്നോടൊരു നന്ദി വാക്ക് പറയുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യ എന്നോടൊരു നന്ദി വാക്ക് പറയുന്നില്ല. എന്നാൽ എല്ലാം അറിയുന്ന ഒരു കർത്താവ് ഈ സഭകളോട് പറയുമ്പോൾ, കർത്താവ് മണവാളിനും സഭ മണവാട്ടിയാണല്ലോ. അപ്പൊ കർത്താവ് പറയുന്നത് ഞാൻ അറിയുന്നു. അതാ ഇവിടെ അതിന്റെ താഴോട്ട് അതിന്റെ 13ാമത്തെ വാക്യം പെർഗമോസ് ചർച്ചിലോട് ഓട് പറയുമ്പോഴും 13ാമത്തെ വാക്യത്തിൽ ഐ നോ എന്ന് പറയുന്നുണ്ട്. മലയാളത്തില് അത് 13ാമത്തെ വാക്യത്തിൽ തന്നെയാണോ എന്ന് നോക്കട്ടെ. സിംഹാസനം, അതെ, 13ാമത്തെ വാക്യത്തിൽ നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടമെന്ന് ഞാൻ അറിയുന്നു, 13ാമത്തെ വാക്യത്തില്. പിന്നെ അടുത്ത സഭ ഏതാ? തയാത്തറ സഭ, തുയഥൈര സഭ, ഇംഗ്ലീഷിൽ തയാത്തറ. അവിടെയും അതിന്റെ 19ാമത്തെ വാക്യത്തില് ഞാൻ അറിയുന്നു, ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു, ഐ നോ യുവർ ഡീഡ്സ്, ഐ നോ. ഇനി 3ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ സർദസഭയുടെ കാര്യം, സർദസഭയുടെയും അവിടെ ഐ നോ യുവർ ഡീഡ്സ് എന്നതിന്റെ 1ാമത്തെ വാക്യത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. നിന്റെ പ്രവൃത്തി അറിയുന്നു, അതിന്റെ മിഡിലില്, അതിന്റെ മധ്യത്തില്. പിന്നെ 7ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സോറി, 7ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും നമ്മള് അതിന് 8ാമത്തെ വാക്യത്തിൽ, അതായത് ഫിലാദൽഫിയ സഭയോടുള്ള ദൂതിലും ഐ നോ യുവർ ഡീഡ്സ്, ഞാൻ അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പിന്നീട് താഴോട്ട് ലവോദിക്ക സഭയുടെ ദൂതിലേക്ക് വരുമ്പോഴും 15ാമത്തെ വാക്യത്തില് ഐ നോ യുവർ ഡീഡ്സ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഐ നോ യുവർ ഡീഡ്സ്, ഐ നോ യുവർ ഡീഡ്സ്, ഐ നോ യുവർ ഡീഡ്സ് എന്ന് പറയുന്ന ആ ഒരു, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളുടെ പ്രവൃത്തിയും കാര്യങ്ങളും എല്ലാം അറിയുന്നൊരു ദൈവം. എന്നാൽ എഫേസ്യ സഭയിലേക്ക് ആ ദൂതിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ വെളിപാട് പുസ്തകം 2ാം അധ്യായത്തിന്റെ 2ാമത്തെ വാക്യത്തിൽ ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നം അറിയുന്നു, സഹിഷ്ണുത അറിയുന്നു, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തത്. അപ്പോസ്തലന്മാർക്ക് ചിലർ അപ്പോസ്തലന്മാരല്ല എന്ന അപ്പോസ്തലന്മാരെന്നൊക്കെ പറയുന്നവരെ പരീക്ഷിച്ചിട്ട് നീ അവരെ കള്ളന്മാരെന്നൊക്കെ കണ്ടു, വിവേചിച്ചു, എല്ലാം അറിയാം. നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമത്തിൽ നീ ഒത്തിരി സഹിക്കുകയൊക്കെ ചെയ്തു, തളർന്നു പോകാതിരുന്നു, ഇതെല്ലാം ഞാൻ അറിയുന്നു, ഞാനത് അഭിനന്ദിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, വിലമതിക്കുന്നു. എന്നാ എങ്കിലും അതിന് 4ാമത്തെ വാക്യം, വെളിപാട് 2ന്റെ 4ാമത്തെ, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. ആ ഒരു ആദ്യ സ്നേഹം, പ്രോട്ടോസ് അഗാപ്പെ, സ്നേഹം, അഗാപ്പെ എന്നുള്ള വാക്ക് സ്നേഹത്തിന് എന്നുള്ള കാര്യം, പ്രോട്ടോസ് എന്ന് പറഞ്ഞൊരു വാക്ക്, പ്രോട്ടോൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഗ്രീക്കില് ഉള്ള വാക്ക് പ്രോട്ടോസ് എന്ന് പറയുന്ന ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോട്ടോസ് എന്നുള്ള വാക്കിന് ആദ്യത്തേത് എന്നുള്ളൊരു അർത്ഥമുണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായത് എന്നുള്ളൊരു അർത്ഥമുണ്ട്, ബെസ്റ്റ്, ഏറ്റവും ശ്രേഷ്ഠമായ
ആ ഒരു സ്നേഹം. ഇതേ പ്രോട്ടോസ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തില് ഈ പ്രോട്ടോസ് എന്നുള്ള വാക്ക് പലയിടത്തിലും ഇങ്ങനെ സ്ട്രോങ് സെക്ഷനിലെ പ്രൊട്ടാസ് എന്നൊക്കെ അതിന്റെ പ്രൊനൗൺസിയേഷൻ പറയുന്നത്. PROTAS അവര് എഴുതിയേക്കുന്നത് പ്രോട്ടോസ് അല്ലെങ്കിൽ പ്രോട്ടാസ് എന്ന് പറഞ്ഞ വാക്ക് ലൂക്കോസ് 15 മുടിയനായ പുത്രന്റെ കഥ പറയുമ്പം കർത്താവ് ആ കഥ വിവരിക്കുമ്പോൾ ലൂക്കോസ് 15 ഏറ്റവും നല്ല അങ്കി കൊണ്ടുവരിക, ബെസ്റ്റ് റോബ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ 22 ലൂക്കോസ് 15:22 അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന്. അതെ, അപ്പൊ മേൽത്തരമായ എന്നുള്ള ഗ്രീക്ക് വാക്ക് ഏതാന്ന് ചോദിച്ചാൽ ഈ പ്രോട്ടോസ്. അപ്പൊ ആ വാക്ക് തന്നെ ഇവിടെയും പ്രോട്ടോസ്. അപ്പൊ ഫസ്റ്റ്, ഏറ്റവും ആദ്യ സ്നേഹം അല്ലെങ്കിൽ മേൽത്തരമായ സ്നേഹം, ആ ഒരു മേൽത്തരമായൊരു സ്നേഹം, അങ്ങനെ ഒരു സ്നേഹം നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധത്തില് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് ഭർത്താവിനോട് ഉണ്ടോ? അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ ആ കുടുംബജീവിതത്തിലെ ആ ഒരു മാതൃക നമ്മൾ നോക്കുമ്പോൾ എഫേസ്യർ 5 അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോർഷനാണ്. ഇന്ന് പലപ്പോഴും വലിയ 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 സൈക്കോളജിയും വലിയ വലിയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എന്നാൽ ദൈവവചനത്തിന്റെ ആ ഒരു വേരുകളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഘടകങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 5 അവസാനത്തെ വാക്യം, 5 അവസാനത്തെ വാക്യം എന്താ? എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ സ്നേഹിക്കണം. അതെ അതെ, ഭയപ്പെടേണ്ടതാകുന്നു എന്നുള്ളതിനെക്കാട്ടില് റെസ്പെക്ട്സ് ഹർ ഹസ്ബൻഡ്, ബഹുമാനിക്കേണ്ടതാകുന്നു എന്നുള്ളൊരു വാക്ക് അവിടെ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവുന്നു. പക്ഷെ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാണെന്ന് വെച്ചാൽ പേടിച്ച് അവനെ അടിക്കുവോ, അങ്ങനെ ചവിട്ടുവോ അടിക്കുവോ ചീത്ത വിളിക്കുവോ എന്നുള്ള പേടി, കുറച്ച് ബഹുമാനം. NASBയിലെ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ ഇങ്ങനെ, സീ ടു ഇറ്റ് ദാറ്റ് ഷീ റെസ്പെക്ട്സ് ഹർ ഹസ്ബൻഡ്. ആ ഒരു ബഹുമാനം, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ളൊരു ബഹുമാനം, ഭർത്താവിന് ഭാര്യയോടുള്ളൊരു സ്നേഹം. അത് ഓരോരുത്തരും താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ആ ഒരു സ്നേഹം, ആ ഒരു ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ കുറച്ചുകൂടെ സ്വാഭാവികമായിട്ട് എളുപ്പമാണെന്ന് പറയുന്നത്, ബഹുമാനിക്കാനാ കുറച്ച് പാട് അല്ലേ? ഒരു തലയായിട്ട് കണ്ടെന്ന് ബഹുമാനിക്കാൻ ഭർത്താക്കന്മാര് വലിയ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ആ ഒരു കരുതുന്ന ആ ഒരു സ്നേഹം നമ്മള് അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും എഫേസ്യർ 5:22 മുതൽ 21 വാക്യത്തിലെ പരസ്പരം കീഴടങ്ങുന്നതിന് അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നതൊക്കെ എഫേസ്യർ 5:21 നമ്മൾ വായിച്ചിട്ട് താഴോട്ട്, ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു, എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. ആ ഒരു കീഴടങ്ങുന്ന ഒരു മനോഭാവം ഇന്ന് പലപ്പോഴും ആ ഒരു ഇക്വാലിറ്റി സമത്വം കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു വന്ന് ശരിയാണ്. ക്രിസ്തുവില് നമ്മളുടെ പൊസിഷൻ നമ്മൾ നോക്കുമ്പോൾ ആണെന്നോ പെണ്ണെന്നോ ഇല്ല, യഹൂനെന്നോ യവനെന്നോ ഇല്ല എന്നൊക്കെ നമ്മുടെ ഗലാത്യർ 3:28 നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് നിത്യതയിലുള്ള റിവാർഡ്, പ്രതിഫലമൊന്നും അങ്ങനെ ഒരു ആൺ പെൺ വ്യത്യാസമില്ലാതൊക്കെയാണ് ദൈവം അവരുടെ വിശ്വസ്തത നോക്കിയാണ് പ്രതിഫലമൊക്കെ കൊടുക്കുന്നത്. എന്നാൽ കുടുംബം എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വ്യവസ്ഥയിൽ ഭർത്താവിനെ തലയായിട്ട് ദൈവം വെച്ചിരിക്കുന്നു, ഭാര്യയെ ശരീരമായിട്ട് വെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാല് ഭർത്താവ് എന്തോ ഒരു ഏകാധിപതിയെ പോലെ പിടിച്ചടക്കി ഭരിക്കണം എന്നുള്ളൊരു കാര്യമല്ല, മറിച്ച് ഒരു നല്ല ഒരു ശരീരത്തിന് ഒരു ഹെഡ്. ഭർത്താവ് തലയാണെന്ന് പറയുമ്പോൾ ഭർത്താവ് എന്തിന്റെ തലയാണ്, എന്തിന്റെ ഹെഡാണ്? ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് മാതിരി, ഒരു കമ്പനിയുടെ CEO മാതിരിയുള്ള ഒരു ഹെഡായിട്ടല്ല, മറിച്ച് ഒരു ശരീരത്തിന്റെ തലയെന്ന് വേണം. ഒരു ശരീരത്തിന്റെ തലയെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ശരീരത്തിന്റെ ബ്രെയിൻ ആണെന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാല് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാല് 1 കൊരിന്ത്യർ 12 ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ കണ്ണും കാതും ഒക്കെ ശരീരത്തിന്റെ അവയവങ്ങളായിട്ടാണ് പറയുന്നത്. ഇപ്പൊ തലേന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണ കഴുത്തിന് മേലോട്ടുള്ള കാര്യമാണ് നമ്മൾ തലേന്ന് ചിന്തിക്കുന്നത്. എന്നാൽ കണ്ണും കാതും ഒക്കെ എവിടെ? ഈ കഴുത്തിന് മേലോട്ടല്ലേ. അപ്പം ശരീരത്തിന്റെ അവയവങ്ങളായിട്ട് കണ്ണും കാതും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത് എന്താ? യഥാർത്ഥത്തിൽ തലച്ചോറാണ് ആ ഒരു ഹെഡ്, തലച്ചോറ്, ബ്രെയിൻ. തലച്ചോറാണ് ബാക്കി അവയവങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത്. നിയന്ത്രിക്കുന്നത് മാത്രമല്ല, കരുതുന്നത്.
ഇപ്പൊ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ചെറിയൊരു മുറിവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രെയിൻ അത് സെൻസ് ചെയ്ത്, തലച്ചോറ് അത് സെൻസ് ചെയ്ത് എന്താ പെട്ടെന്ന് ശ്വേത രക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ് എല്ലാം അത് അങ്ങോട്ട് ഓടിച്ചെന്ന് അവിടെ ആ മുറിവ് കരിയിക്കാൻ വേണ്ടി അവിടെ കാര്യങ്ങളൊക്കെ മുറിവ് ഉണങ്ങാൻ തക്കവണ്ണം ശരീരം പല കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ആരോഗ്യമുള്ള ഒരു ശരീരം ചെയ്യുന്നത് പോലെ ഭർത്താവ് തലയാകുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ഏകാധിപതിയെ പോലെ ഇരുന്ന് ഭരിക്കുന്ന കാര്യമല്ല, മറിച്ച് അതുപോലുള്ളൊരു സ്നേഹം, കരുതൽ, പിന്നെ ഒരു ദൈവം വെച്ചിരിക്കുന്ന ഒരു ലീഡർഷിപ്പ്, ആ ഒരു ഒരു കുടുംബത്തിന്റെ ഒരു നേതൃത്വം, അത് ഭർത്താവിനായിട്ട് ഒരു ഫൈനൽ ഡിസിഷനായിട്ട് ഭർത്താവിന് ആ ഒരു നേതൃത്വം. എന്നാൽ ഇന്ന് ഭാര്യമാര് തന്നെ എന്താ പറയുക, ഭർത്താക്കന്മാരോട് ചോദിക്കാതെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് പല പ്രശ്നങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ അകപ്പെട്ടു പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഭാര്യമാര് വേറെ അഭിപ്രായം ഒന്നും പറയരുതെന്നുള്ള കാര്യമല്ല, മറിച്ച് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയണം, ഷീസ് എ ഹെൽപ്പ്. പക്ഷെ ആ ഒരു ഫൈനലായിട്ടുള്ള ഒരു നേതൃത്വത്തിന്റെ, ഒരു കുടുംബത്തിന്റെ നേതൃത്വം, ഇത് ഒരു സ്കൂട്ടറിന്റെ മുമ്പിൽ ഒരാളിരുന്ന് ഓടിക്കുന്നു, പുറകിൽ ഒരാളിരിക്കുന്നു, ഓടിക്കുന്നയാള് ഭർത്താവും പുറകിലിരിക്കുന്നയാള് ഭാര്യയും എന്ന് പറയുന്നത് പോലെ. ശരിക്കും പറഞ്ഞാൽ പുറകിലിരിക്കാനേ എളുപ്പം, ഓടിക്കാനാ കുറച്ച് പാട്. പക്ഷെ പലപ്പോഴും എന്താ പറയുന്നത്, പുറകിലിരിക്കുന്ന ആൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് പലപ്പോഴും ഭർത്താവിനെ നിയന്ത്രിക്കാനും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലൊക്കെ ഒരു ബഹുമാനമില്ലാത്ത തരത്തിലുള്ള, തലേന്ന് വണ്ണം നോക്കി ലുക്കപ്പ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും അസ്വാരസ്യങ്ങൾ, ആ ഒരു ഭർത്താവിനെ ബഹുമാനിക്കാത്ത ഒരു ഭാര്യയെ കുറിച്ച് നമ്മൾ സദൃശവാക്യം 12-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അത് മലയാളം പരിഭാഷയിൽ, സത്യവേദ പുസ്തകത്തിന്റെ പരിഭാഷയിൽ അത്ര ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അതിന്റെ ഇംഗ്ലീഷിലും ഹിബ്രു ഭാഷയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ, ഞാനിവിടെ എഫേസർ 5 വിരൽ വെച്ചുകൊണ്ട് സദൃശവാക്യം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പം, സദൃശവാക്യം 12-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തില് സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടമാണ്. യഥാർത്ഥത്തിൽ അതെ, സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടമാണ്. നാണം കെട്ടവളോ എന്നുള്ളത്, നാണം കെട്ടവളോന്നോ നാണം കെടുത്തുന്നവളോന്നോ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ബൂഷ് എന്ന് പറയുന്ന ഒരു എബ്രായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത് ടു പുട്ട് ടു ഷെയിം അതിന്റെ അർത്ഥമുണ്ട്, ബി അഷെയിംഡ് എന്നുണ്ട്. നമ്മൾ NISV, ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ ഒക്കെ ഷീ ഹു ഷെയിംസ് ഹിം എന്ന് പറഞ്ഞാൽ നാണം കെടുത്തുന്നവളോ. പലപ്പോഴും ഭർത്താക്കന്മാരുടെ ചില കുറവുകളും കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവരോട് മുമ്പ് വെച്ച് പറഞ്ഞ് അവരെ നാണം കെടുത്തുന്ന ഒരു അവസ്ഥ. അപ്പൊ അത് ആ ഒരു ഭർത്താവിന്റെ അസ്ഥികൾക്ക് ദ്രവത്വം എന്നുള്ളൊരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. നാണം കെട്ടവളോ എന്നുള്ളതിനെ കുറച്ചുകൂടെ, നാണം കെട്ടവളോ എന്നും പരിഭാഷപ്പെടുത്തുന്ന നാണം കെടുത്തുന്നവളോ, ആ ഒരു ഭാര്യമാർക്ക് വേണ്ടുന്ന ആ ഒരു ബഹുമാനം, ആ ഒരു എന്താണ് പറയുന്നത്, സാറ എബ്രഹാമിനെ യജമാനനെ എന്ന് വിളിച്ചതായിട്ടൊക്കെ നമ്മൾ 1 പത്രോസ് 3 നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് യജമാനനെ ഒന്നും വിളിച്ചില്ലേലും ആ ഒരു ബഹുമാനത്തോടെയുള്ള ഒരു വിളിയും സംബോധനയും കാര്യങ്ങളും ഒക്കെ, തിരിച്ചിങ്ങോട്ടുള്ള ആ ഒരു സ്നേഹവും കരുതലും, ആ ഒരു ബഹുമാനവും സ്നേഹവും, ആ ഒരു 2 കമ്പോണന്റാ ഇന്ന് പലപ്പോഴും ഇന്ന് ലോകത്തിലെ മാരേജസിൽ, ലോകത്തിലെ വിവാഹങ്ങളിലൊക്കെ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ക്രിസ്തീയ എന്ന് പറയുന്ന പല വിവാഹ ജീവിതങ്ങളിലും ആ ഒരു സ്നേഹവും ബഹുമാനവും ഒന്നും ഇല്ലാത്തൊരവസ്ഥ. കഴിഞ്ഞ ദിവസം തന്നെ ഒരു വേറൊരു സ്റ്റേറ്റിൽ നിന്ന്, വേറൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു ക്രിസ്തീയ കുടുംബം, അവര് ശുശ്രൂഷയിലേക്ക് ഉള്ളവരാ. അവര് കൗൺസിലിങ്ങിനായിട്ട് അപ്രോച്ച് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ എന്താ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളും, അവര് വലിയ ശുശ്രൂഷയും ഒക്കെ ഒത്തിരി വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്താ, വീട്ടിലൊരു സമാധാനമില്ല. അത് കാരണം കുഞ്ഞുങ്ങൾ അഫക്റ്റഡ് ആവുന്നു, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളും ഒക്കെ, പല സംശയങ്ങൾ അങ്ങോട്ട്, പല ആരോപണങ്ങൾ ഇങ്ങോട്ട്, ഒന്നിനും ഒരു ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥ. ചില ചെറുപ്പക്കാര് കൗൺസിലിങ്ങിനായിട്ട് വരുമ്പോൾ പലരും ഇങ്ങനെ പറയും, ഓ ഡോക്ടറെ, എനിക്ക് കല്യാണം കഴിക്കാൻ പേടിയാന്ന് വെച്ചാൽ കൊച്ചുനാൾ മുതൽ ഞാൻ എൻ്റെ അപ്പനും അമ്മയും കിരിയും പമ്പും പോലെ കണ്ടിട്ടുള്ളത് എപ്പോഴും ബഹളവും ആക്രോശവും യുദ്ധവും, എനിക്കിനി ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. അപ്പൊ അത് ഈ അപ്പനും അമ്മയും ഈ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ചെറുപ്പക്കാരത്തെ കൗൺസിലിങ്ങിനായിട്ട് കൊണ്ടുവരുമോ, ഡോക്ടറെ ഇവന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നു, ഇവന് വേറെ റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ലെന്ന് പറയുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല, പറഞ്ഞ് കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ വേറെ ആരെയും കല്ലെറിയാനോ അങ്ങനൊന്നും അല്ല പറഞ്ഞത്. പല പല കാരണങ്ങൾ കൊണ്ട് പല പല കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ കൗൺസിലിങ്ങിന്റെ ഇടയിൽ പല ഇതുപോലൊക്കെയുള്ള പല കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ അവർ വളർന്നു വന്നപ്പോൾ
ഇപ്പോഴും ബഹളവും വഴക്കും പ്രശ്നങ്ങളും മാത്രമേ അപ്പനും അമ്മയും തമ്മിൽ കണ്ടിട്ടുള്ളൂ. അതിട്ട് വളർന്നു വന്നപ്പോൾ പ്രായമാവുന്ന സമയത്ത് അവർക്ക് പിന്നെ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ ഞങ്ങളങ്ങ് ജീവിച്ചോളാം, ഇനിയിപ്പം ആരെങ്കിലും കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇതുപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആവാനാണെങ്കിൽ എന്താ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന തരത്തിൽ വരെയും പലപ്പോഴും ചെറുപ്പക്കാര് പെൺകൊച്ചുങ്ങളൊക്കെ എന്താണ് പറയുന്നേ, ഞങ്ങളങ്ങ് ജീവിച്ചോളാം, ഇനിയിപ്പോൾ ആർക്കെങ്കിലും പോയി കീഴടങ്ങിയിരുന്ന അവിടെ അങ്ങനെയൊക്കെ. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തീയമായ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ബഹുമാനവും സ്നേഹവും അതുപോലെ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നിറവില് വചനപ്രകാരമുള്ള ഒരു മാതൃക അതാണ്. അങ്ങനെയുള്ള ഒരു മാതൃക നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അസറ്റ് കോടികളുടെ സ്വത്തൊന്നുമല്ല, മറിച്ച് നമുക്ക് ഇതുപോലെ ഒരു സമാധാനപൂർവമായ ഒരു സ്വർഗീയമായ ഒരു ജീവിതത്തിന്റെ ഒരു മുൻരുചി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അങ്ങനെയുള്ള ഒരു സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ ചിലപ്പം ശരിയാണ് ചില കുടുംബങ്ങളിൽ ചിലപ്പം ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കത്തില്ല, ചിലപ്പം ഭാര്യ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെയുള്ളവർക്ക് ദൈവം കൂടുതൽ കൃപ നൽകും. പക്ഷേ ഒരു പക്ഷേ രണ്ടുപേരും സഭയിലായിരിക്കും, പക്ഷെ ഒരാൾക്ക് അത്ര ആത്മീയ താല്പര്യമില്ലായിരിക്കും, ചെറിയ ജസ്റ്റ് പേരിന് വേണ്ടി വന്നു പോകുന്നതായിരിക്കും. ഒരു യഥാർത്ഥത്തിൽ ഒരു മാനസാന്തരത്തിന് അനുഭവം ഇല്ലാത്തവരൊക്കെ കാണും, പല രോഗാവസ്ഥയിലുള്ളവരൊക്കെ കാണും. പക്ഷെ എല്ലാം ദൈവം അതെല്ലാം അറിയുന്നു. അതാ നമ്മൾ അയിനോ നമ്മൾ അവിടെ ആ വെളിപാട് പുസ്തകത്തിലെ ഓരോ ഓരോ സഭകൾക്കുള്ള ദൂതിലും അയിനോ ദൈവത്തിന് നമ്മളുടെ അവസ്ഥകളും കാര്യങ്ങളും എല്ലാം അറിയാം. എന്നാൽ ദൈവജനത്തിന് ആ ഒരു മാതൃക കണ്ട കർത്താവേ, അങ്ങനെയുള്ളൊരു വിവാഹ ജീവിതം ഞാനും സ്ത്രീകളെയൊക്കെ ഞാൻ ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്നെന്ന് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളെയും ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളാണ്. ഞാനിപ്പോൾ ഡിഗ്രി പഠിക്കുമ്പോഴായിരുന്നു വിശ്വാസത്തിലേക്ക് വന്നെങ്കിൽ സ്ത്രീകളെ MBBS പുഷ്പഗിരി പഠിക്കുന്ന സമയത്ത് സ്ത്രീകളെ വിശ്വാസത്തിലേക്ക് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരെയും അറിയാവുന്ന ഒരു മാഡമായിരുന്നു പ്രപ്പോസലായിട്ട് ഞങ്ങളെ പ്രപ്പോസലൊക്കെ കൊണ്ടുവരികയും അങ്ങനെ ചർച്ചായിട്ട് മാരേജ് കണ്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം സ്ത്രീകളെയും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ്, എന്താ ഇവൻ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ വിവാഹം കഴിക്കുന്നതിൻ്റെ പല വർഷങ്ങൾ മുമ്പ് തന്നെ നല്ല ക്രിസ്തീയ കുടുംബങ്ങളെ ചിലരെയൊക്കെ പരിചയപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവമേ ഇതുപോലുള്ള ഒരു ദൈവജനപ്രകാരമുള്ള ഒരു മാതൃകയുള്ള ഒരു പങ്കാളി അങ്ങനെ വേണമെന്നുള്ളൊരു പ്രാർത്ഥന ഹൃദയത്തിലുണ്ടായിരുന്നു. അത് ദൈവം പൂർത്തീകരിച്ചു. എന്നാൽ ഇന്ന് പലപ്പോഴും ക്രിസ്തീയ കുടുംബങ്ങളിൽ തന്നെ വളരുന്ന പല ചെറുപ്പക്കാരും എന്താ അവർക്ക് അങ്ങനെയുള്ളൊരു എന്താ അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ പ്രപ്പോസൽ വരുമ്പോൾ നോക്കാതെ അങ്ങനെ ഒരു ലാഘവ മട്ടിൽ അങ്ങ് പോകുന്നൊരിതാ. എന്നാൽ ദൈവമേ അവിടുന്ന് എനിക്ക് വേണ്ടി ഒരു പ്ലാൻ അവിടുന്ന് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമുള്ള ഒരാളെ അവിടുത്തെ വചനപ്രകാരം ആരെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കണ്ട് എവിടെയെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ട് ചിരിച്ച് ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയി അങ്ങനെയൊക്കെയുള്ള തലത്തിലേക്കാണോ ഇന്ന് ക്രിസ്തീയ കുടുംബങ്ങളൊക്കെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ അതായത് അവിടുത്തെ വചനപ്രകാരം അവിടുത്തെ മാതൃക പ്രകാരം അവിടുത്തെ ആ ഇൻസ്ട്രക്ഷൻസ് ആ ഒരു ദ ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് ദ എർത്ത് എന്ന് പറയും ബൈബിളിനെ കുറിച്ച്, അല്ലേ? BIBLE, ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് ദ എർത്ത്. നമ്മള് ആ ഒരു ഈ ഒരു ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻസ്, ആ വചനപ്രകാരം ആ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം എൻ്റെ ജീവിതം, എൻ്റെ വിവാഹ ജീവിതം ക്രമപ്പെടണം, അല്ലെങ്കിൽ എൻ്റെ വിവാഹ ജീവിതം അങ്ങനെ ഒരു പങ്കാളി എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് വേണ്ടത്. കർത്താവേ അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്ക്, അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നടത്തും. ശരിയാണ്, ചിലപ്പം നമ്മളുടെ വിവാഹ ജീവിതത്തിൽ ഇപ്പോൾ പല കുറവുകളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിന് എന്താ നല്ലതല്ലാതിരിക്കുന്ന പാഴും ശൂന്യമായിരിക്കുന്ന ആ ഒരു ഭൂമിയെ നല്ലത് 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 എന്ന് പറഞ്ഞ അവസാനം ആദാമിനെ അവയും കൂടെ സൃഷ്ടിച്ചപ്പോഴത്തേക്കും വളരെ നല്ലത് എന്ന് കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യം നമ്മൾ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ നമ്മുടെ വചനത്തിന്റെ 1-ാം അധ്യായത്തിന് 1-ാമത്തെ പേജുകളിൽ തന്നെ 1-2 പേജുകളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു അവസ്ഥയിലാണെങ്കിലും കർത്താവെ ആ വചനത്തിന്റെ മാതൃകയിലേക്ക് വരുവാൻ, ആ ഒരു ഭാര്യമാർ കീഴടങ്ങുന്ന ഒരു കാര്യം നമ്മളിപ്പം വായിച്ചു എഫേസ്യർ 5-ാം അധ്യായത്തില് ആ ഒരു കീഴടങ്ങുന്ന, ശരിയാണ്. ഇപ്പം വചനപ്രകാരം അല്ലാത്ത ചില കാര്യങ്ങളോ അങ്ങനെയൊക്കെ നമുക്ക് മനസാക്ഷി നിരക്കാത്ത ചില കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് കാര്യങ്ങൾ അത് ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാം. അതും ഒരു സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ ഭാഷയിൽ അതിലൊന്നും അടങ്ങുന്നില്ലെങ്കിൽ ഓഫ്കോഴ്സ് എന്തെങ്കിലുമൊക്കെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ചർച്ചിൽ ഉത്തരവാദിത്തമുള്ളവരോടോ കാര്യങ്ങളൊക്കെ അറിയിച്ച് ഓഫ്കോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ എന്നാൽ ഒരു കീഴടങ്ങുന്ന ഒരു സബ്മിസീവ് ആറ്റിറ്റ്യൂഡ്, ഒരു കീഴടങ്ങുന്ന ഒരു മനോഭാവത്തോടെ ഒരു ഭാര്യ ആയിരിക്കുമ്പോൾ, അപ്പൊ കീഴടങ്ങുന്ന മനോഭാവത്തോടെ ഭാര്യ ആയിരിക്കുമ്പോൾ ചവിട്ടി തേക്കുന്ന ഭർത്താവ് എന്നല്ല, മറിച്ച് എങ്ങനെയുള്ള ഭർത്താവായിരിക്കണം? 25 എഫേസ്യർ 5-ന്റെ 25 ഭർത്താക്കന്മാരെ
ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും ഭാര്യമാരെ സ്നേഹിക്കുവിൻ. ഓ, എത്ര വലിയൊരു കൽപ്പന! ക്രിസ്തു സഭയെ സ്നേഹിച്ചതെന്ന് പറയുമ്പോൾ അത് എത്ര വലിയൊരു ആഴത്തിലുള്ള ഒരു, എത്ര അഗാധമായ ഒരു സ്നേഹം. അതുപോലെ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം എന്നുള്ളൊരു ഒരു കാര്യം. അതാ നമ്മളിവിടെ വായിക്കുന്ന ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അത് ആ ഒരു പൂർണ്ണതയിലേക്ക് ആയുവാൻ, ഞാൻ ഭാര്യയെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്, അതിൽ തന്നെ നമ്മളൊരു തൃപ്തി അടഞ്ഞിരിക്കുന്നവരാണോ? അതോ കർത്താവെ അങ്ങനെ സ്നേഹിച്ചതുപോലെ ഞാൻ സ്നേഹിക്കാനാണല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് കർത്താവ് ഇനി എത്രയോ എനിക്ക് ഇനിയും ആഴത്തിൽ ഇനിയും സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് കൂടുതലൊരു കരുതലും സ്നേഹവും എൻ്റെ ജീവിതത്തിൽ വേണം. ഒരുപാട് ആത്മീയമായിട്ടുള്ള വലിയ കാര്യങ്ങളും വചനവും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം. പക്ഷേ നമ്മളുടെ കുടുംബത്തില്, വീട്ടില് നമുക്കൊരു സ്വസ്ഥതയോടെ ആ ഒരു കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയായിട്ടുള്ള ഒരു അപ്പൻ, അമ്മ, ആ ഒരു റിലേഷൻഷിപ്പ്, അത് നമ്മള് എന്റെ താഴോട്ട് വായിക്കുന്ന എന്താ, 26-ാമത്തെ വാക്യത്തിൽ, അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. സഭയ്ക്ക് ഒത്തിരി കുറവുകളുണ്ട്, ഭാര്യയ്ക്ക് പല കുറവുകളും ചില ന്യൂനതകളും കാര്യങ്ങളൊക്കെ കാണും. എന്നാൽ നമ്മളെ സ്നേഹത്തോടെ, ചില സമയത്ത് കർക്കശത്തോടെ തിരുത്തേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു സമയം ഉണ്ടെങ്കിൽ അത് കർക്കശത്തോടെ തന്നെ തിരുത്തി, സ്നേഹത്തോടെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ, വചനത്തെ ജലത്തോട് ഉപമിച്ച് അങ്ങനെ വചനമാകുന്ന ജലം കൊണ്ട് കഴുകി വിശദീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായവയൊന്നും ഇല്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതായത് കർത്താവ് സഭയ്ക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അതുപോലെ ഭർത്താക്കന്മാരായിട്ടുള്ള നമ്മളെ എത്രമാത്രം നമ്മുടെ ഭാര്യയെ സ്നേഹിക്കാനായിട്ട്, കരുതാനായിട്ടൊരു ഏൽപ്പിച്ചു കൊടുക്കുന്ന, ഗേവ് ഹിംസെൽഫ് ഓവർ എന്നുള്ളൊരു കാര്യം, അതുപോലെ ടു ഗിവ് മൈസെൽഫ് ഓവർ ടു മൈ വൈഫ് ടു കെയർ ഫോർ ഹർ, അതുപോലുള്ള ഒരു സ്നേഹം. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കണം. സ്വന്തം ശരീരത്തിൽ എന്തെങ്കിലും മുറിവോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയധികം കരുതും. ചില പലരും ഇങ്ങനെ കൺസൾട്ടേഷൻ ഒക്കെ വരുമ്പം ഇങ്ങനെ ഭാര്യമാര് പറയും, എന്താ, അയ്യോ, എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം പെട്ടെന്നല്ല, എനിക്കെന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പിന്നീട് കുറച്ചുകൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ്, എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ ആണെന്നല്ലേ ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള പല അവസ്ഥകളും ഒക്കെ ക്രിസ്തു എന്ന് പറയുന്ന ദൈവമക്കളുടെ കുടുംബങ്ങൾക്ക് തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകൾ, ഭാര്യ പറയാതെ തന്നെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങളുള്ളപ്പോൾ അത് തിരിച്ചറിയുവാൻ, എന്തുപറ്റി മുഖം വാടിയിരിക്കുന്നേ, എന്തെങ്കിലും കഴിച്ചായിരുന്നോ, എന്തെങ്കിലും വേദനയുണ്ടോ, പ്രയാസമുണ്ടോ, അങ്ങനെ ചോദിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്. അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തന്നെ ഡോക്ടറെയൊക്കെ പോയി കണ്ടോ എന്ന് പറയുന്ന അതല്ലാതെ കുറച്ചുകൂടി ഒരു അത് ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. ആദ്യം കല്യാണം കഴിച്ച ആദ്യ നാളുകളിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഇതൊക്കെ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ള ഒരു തഴമ്പിച്ച ഒരു എന്താ പറഞ്ഞേ, ഒരു ഹൃദയം കഠിനപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുള്ള ഒരു തണുപ്പ് നിറഞ്ഞൊരു ലോകത്ത് നമ്മളുള്ളത്. അപ്പൊ അവിടെയാണ് ആ ഒരു പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ട് ആ ഒരു ആദ്യ സ്നേഹത്തിലേക്ക്, കർത്താവിനോടുള്ളൊരു ആദ്യ സ്നേഹം, ആ ഭാര്യയോടുള്ള ഒരു ആദ്യ സ്നേഹം, ഭർത്താവിനോടുള്ള ഒരു ആദ്യ സ്നേഹവും ആ ഒരു ബഹുമാനവും, പിന്നെ ഭാര്യമാരെയും ബഹുമാനിക്കണം എന്നുള്ള കാര്യമൊക്കെ പത്രോസിന്റെ ഇങ്ങനെ ലേഖനത്തിലുണ്ട്. ആ കാര്യത്തിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് വരാം. ഞാൻ ഇവിടെ എന്താ വായിച്ച, ഇപ്പൊ 27-ാമത്തെ വാക്യം വായിച്ച, അവണ്ണം ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ സ്നേഹിക്കുന്നു. ആ ആ അതെ, ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ സ്നേഹിക്കുന്നു. അതെ, ക്രിസ്തു അതിനെ പോറ്റി പുലർത്തുക അത്രയും. ആ ഒരു പോറ്റി പുലർത്തുന്ന ആ ഒരു സ്നേഹം, ആ ഒരു കരുതല്, യുനോ നമ്മള് ഉത്തമഗീതം എന്ന് പറഞ്ഞൊരു പുസ്തകം ദൈവവചനത്തിന്റെ ഒത്ത നടുക്ക് തന്നെ കൊടുത്തിട്ടുള്ളതിന് കാരണം ആ ഒരു സ്നേഹം, പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു സ്നേഹം. പലപ്പോഴും കൗൺസിലിങ്ങിന് ഇങ്ങനെ ഞാൻ ചോദിക്കാറില്ല, എപ്പോഴാ ഭാര്യയെ അവസാനമായിട്ട് ലാസ്റ്റ് എപ്പോഴാ ഭാര്യയ്ക്ക് ഒരു നന്ദി വാക്ക് പറഞ്ഞ് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ തല പറഞ്ഞു, നന്ദിയോ, അതൊക്കെ അങ്ങനെ ഒരു വാക്കൊക്കെ പറയേണ്ട കാര്യമുണ്ട്. അതൊക്കെ അവളുടെ കടമയല്ലേ അവള് ചെയ്യുന്നേ. ഒരു നന്ദി വാക്ക് പറയുന്നത്, അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ നമ്മളൊരു സ്നേഹത്തോടെ, നന്ദിയോടെ ഒരു വാക്ക് എപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പരസ്പരം
യുനോ ഭാര്യയും ഭർത്താവും അവരുടെ ശരീര സൗന്ദര്യത്തെ വർണ്ണിച്ച് അഭിനന്ദിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ, ആ ഒരു ഡിവൈൻ റൊമാൻസ് ഒക്കെ നമ്മൾ ഉത്തമഗീതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ഇന്ന് ലോകത്ത് സിനിമയിലൊക്കെ അതിന്റെ ഒരു പെർവേർട്ടഡ് ആയിട്ടുള്ള സാധാന്യമായിട്ടുള്ള പല വൈകൃതങ്ങളൊക്കെയാണ് ഉള്ളത്. എന്നാൽ ദൈവമക്കള് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അതിന്റെ ഒരു പവിത്രത കണ്ടെത്തി ആ ഒരു പരസ്പരം അപ്രിഷ്യേറ്റ് ചെയ്യാനും പരസ്പരം വിലമതിക്കുവാനും ആ കാര്യങ്ങൾ തുറന്നു പറയുവാനും ആ ഒരു പരസ്പരം അവർ കണ്ണില്ലാത്തപ്പോഴേ കണ്ടിട്ട് വിലയറിയത്തുള്ളൂ. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ഭാര്യയ്ക്ക് ഭർത്താവിന് സംഭവിക്കുമ്പോഴായിരിക്കും, അയ്യോ ഞാൻ എത്ര കുറവേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ, ഞാനൊരു നല്ല വാക്ക് പറഞ്ഞില്ലല്ലോ, ഒരു നല്ല കാര്യം എനിക്ക് ഇനി എത്രയധികം ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു കാര്യം, ഒരു നിരാശാവാദം ഒരു പക്ഷേ നമ്മളെ ഭരിക്കുന്നത്. അപ്പൊ ആ ഒരു ദൈവം നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പം ഓ എന്റെ ഭാര്യ ഇങ്ങനെ, ബാക്കിയുള്ളവരുടെ അവിടെ ആ വീട്ടിലിങ്ങനെ ഈ വീട്ടിലിങ്ങനെ, അങ്ങനെ കമ്പയർ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കുത്തി നോവിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങള്, അല്ലെങ്കിൽ ഭർത്താക്കന്മാര് അവരെല്ലാം അങ്ങ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് മാത്രം എന്താ കഴിവില്ലേ എന്നൊക്കെയുള്ള ഭർത്താവിനെ കുത്തി നോവിക്കുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ, അതൊക്കെ എന്താ, അതൊക്കെ സാത്താന്യമായ ജഡികമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ആകാത്തതായിട്ടുള്ള ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടു വരരുതെന്ന എഫേസ്യർ 4-ാം അധ്യായത്തിന് 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ആ ഒരു ആത്മീയവർദ്ധന ഉതകുന്ന വാക്കുകൾ, നമ്മളുടെ വീട്ടിൽ നമ്മൾ പറയുന്ന വാക്കുകൾ, ചിലപ്പോൾ നമ്മുടെ സഭയിലൊക്കെ വളരെ വിശുദ്ധ സഹോദരന്മാരെ സഹോദരിമാരായിട്ട് വളരെ ഭവ്യമായിട്ട് നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ വീട്ടിൽ ചെന്നാൽ അറിയണം എത്രമാത്രം ശബ്ദമുണ്ടെന്നുള്ള കാര്യം, എത്രമാത്രം കാര്യങ്ങള് ഓരോ എന്നാ ആ കാര്യങ്ങളിലൊക്കെ ഒരു ഒരു മാറ്റങ്ങൾ. ശരിയാണ്, നമുക്ക് വീഴ്ച പറ്റാം, ഒരു പെട്ടെന്നൊരു കോപിച്ചൊരു വാക്കോ ഒരു കാര്യങ്ങളൊക്കെ വരാം. പക്ഷെ പെട്ടെന്ന് തന്നെ അനുദപിച്ച് സോറി, ഞാൻ നമ്മൾ ആദ്യത്തെ സെഷൻ കേട്ടതുപോലെ ഒരു ക്ഷമ ചോദിക്കാൻ, സോറി ക്ഷമിക്കണം, ഞാൻ പറഞ്ഞ ഞാൻ തിരിച്ചെടുക്കുന്നതിന് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ പറഞ്ഞ തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ഞാനത് തെറ്റിദ്ധാരണയിൽ എന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്യുകയൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞത് ക്ഷമ ചോദിച്ച് റെക്കൺസൈൽ ചെയ്യുവാന്, നിരന്നു കൊള്ളുവാനുള്ള ഒരു ജ്ഞാനമില്ലാതെ ഭാര്യമാരും ഭർത്താക്കന്മാരും വലിയ ചൈന മതിലിനെക്കാട്ടിൽ വലിയ വൻമതില്, വലിയൊരു ഗ്യാപ്പില് ഒരേ വീട്ടിലത് കഴിയുന്നേ. ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല, എന്നാൽ ഇമോഷണൽ ഡിവോഴ്സ് എന്ന് വെച്ചാൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി ഇല്ലാതെ ഭാര്യ ഭർത്താക്കന്മാര് കഴിയുന്ന ഒരുപാട് ഭവനങ്ങൾ നമ്മളുടെ ചുറ്റുമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ തന്നെ അങ്ങനെ ആയിരിക്കാം. നമ്മളുടെ കുറവ് എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ മറ്റേ ഭർത്താവിന് അങ്ങനെ, അത് ഭർത്താവ് ഇങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെ ആയതുകൊണ്ടെന്ന് വിരൽ ചൂണ്ടാതെ, കർത്താവേ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കർത്താവെ അത് ചൂണ്ടിക്കാണിച്ചു തരട്ടെ. നമ്മളാരും പെർഫെക്റ്റ് അല്ല, ഞാൻ ഈ പറയുന്നത് ഞാനും പെർഫെക്റ്റ് അല്ല. പക്ഷെ നമ്മളെല്ലാവരും യാത്രയില്ല. കർത്താവിന്റെ ആ ഒരു മാതൃക, കർത്താവിന്റെ ഈ സഭയുടെ ഒരു മാതൃക നമുക്ക് മുമ്പാകെ ഒരു എക്സാമ്പിളായിട്ട്, വലിയൊരു മാതൃകയായിട്ട് ദൈവവചനം കാണിച്ചിരിക്കുന്ന കർത്താവെ, ആ ഒരു പൂർണ്ണതയിലേക്കുള്ള ഒരു പ്രയാണമാണ്. അതിലേക്ക് ആ ഒരു നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ഒരു ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു പ്രയാണത്തിലേക്ക്, അത് നമ്മൾ ആ പോറ്റി പുലർത്തുന്ന സ്നേഹം, അത് കഴിഞ്ഞിട്ട് നാം അവന്റെ ശരീരത്തിന് അവയവങ്ങളെല്ലാം 30-ാമത്തെ വാക്യം, അത് നമുക്ക് ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും, ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെ സഭയെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ 33-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്. പിന്നെ ഭാര്യമാരെ ഇതേപോലെ ഒരു പോർഷൻ കൊളോസർ 3-ാം അധ്യായത്തിലും ഉള്ള കാര്യം നമുക്കറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. 1 പത്രോസ് 3-ാം അധ്യായത്തിലും ആ ഒരു ഭാര്യമാരോട് ഒരു വിവേകത്തോടു കൂടി നടക്കുന്നതിന്റെ കാര്യം പത്രോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ അതെ അതെ 3-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം, 1 പത്രോസ് 3-ന്റെ 1-ാമത്തെ വാക്യം. പലപ്പോഴും പല ഭാര്യമാരും ഇങ്ങനെ, ഓ ഇത് സാറേ എന്റെ ഭർത്താവ് വചനം ഒന്നും അനുസരിക്കാത്ത ആളാ, പിന്നെ പുള്ളിക്കാരൻ എങ്ങനെ ഞാൻ പോയി കീഴടങ്ങിയിരിക്കും എന്ന് പറയുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം കണ്ടറിഞ്ഞ് കർത്താവിന്റെ ഒരു പ്രോമിസ് ആണ്, കർത്താവിന്റെ ഒരു വാഗ്ദത്തം. ശരിയാണ്, ഭർത്താക്കന്മാര് ചിലര് അവര് വചനം അനുസരിക്കാത്തവരായിരിക്കും, അല്ലെങ്കിൽ അവർ അവിശ്വാസികളായിരിക്കും, മനസാന്തരം ഇല്ലാത്തവരായിരിക്കും. എന്നാ വചനം അനുസരിക്കാത്ത അവര് പലവരും വചനം അനുസരിക്കാത്ത പക്ഷം പോലും ഭയത്തോടു കൂടിയ, അല്ലെങ്കിൽ ബഹുമാനത്തോടു കൂടിയ, റെസ്പെക്ട്ഫുൾ, ബഹുമാനത്തോടു കൂടി നിങ്ങളുടെ നിർമ്മലമായ ആ നടപ്പ് കണ്ടറിഞ്ഞ്, വചനം കൂടാതെ എന്ന് വെച്ചാൽ വലിയ പ്രസംഗമൊന്നും കൂടാതെ, നിങ്ങൾ ഇന്ന് പ്രസംഗിച്ച് സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ പ്രസംഗിച്ച് മാനസാന്തരപ്പെടുത്തുന്ന വിചാരിക്കാതെ, നിങ്ങളുടെ ആ ഒരു സ്നേഹവും ബഹുമാനവും നിർമ്മലതയും അതെല്ലാം കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം എങ്ങനെ ആയിരിക്കണം, ആ കാര്യങ്ങളൊക്കെ താഴോട്ട് അതെ ഒക്കെ നമ്മൾ വായിക്കുന്നു. അതെ
സാവധാനതയുള്ള മനസ്സ്, ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ. അതെ, അതെ. വിലയേറിയതായിട്ടുള്ള ആ ഒരു മീക്ക് ആൻഡ് ക്വയറ്റ് സ്പിരിറ്റിനെ കുറിച്ച് വായിക്കുന്നു. പിന്നെ 6-ാമത്തെ വാക്യത്തില് സാറ ഇബ്രാഹിമിനെ യജമാനൻ, നമ്മളിപ്പോ യജമാനൻ എന്നൊന്നും ഭർത്താവിനെ വിളിച്ചില്ലെങ്കിൽ ആ ഒരു ബഹുമാനത്തോടെയുള്ള ഒരു സംസാരം, കരുതലോടുള്ള സ്നേഹം. ഇപ്പം ഭാര്യമാര് ബഹുമാനിക്കണം, ഭർത്താക്കന്മാര് ഭാര്യമാരെ ബഹുമാനിക്കണോ? അത് നമ്മുടെ 7-ാമത്തെ വാക്യത്തിൽ അങ്ങനെ തന്നെ ഭർത്താക്കന്മാര് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന്. അതെ, നമ്മൾ വലിയ പ്രാർത്ഥന. അതെ, ആ ആ അവർക്ക് ബഹുമാനം കൊടുക്കുവിൻ. ഭാര്യയ്ക്ക് എന്ത് കൊടുക്കണം? ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം എന്നുള്ള കാര്യം നമ്മൾ എഫേസ്യർ 5 കണ്ടുകൂടെ. ഭാര്യമാരെ ബഹുമാനം, ഗ്രാൻഡ് ഓണർ, എങ്ങനെ ബഹുമാനം കൊടുക്കണമെന്നാ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം. നമ്മൾ വലിയ വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ പ്രാർത്ഥന സീലിംഗിൽ നിന്ന് അങ്ങ് മുകളിലോട്ട് സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൂട്ടവകാശിയായിട്ടൊരു ഭാര്യയെ തന്നിട്ടുണ്ട്. ആ ഭാര്യയായിട്ടുള്ള നടപ്പ്, അത് വിവേകത്തോടുകൂടി, അണ്ടർസ്റ്റാൻഡിങ് വേ, അതാ നമ്മളിവിടെ വായിക്കുന്നത്. അതാ വിവേകത്തോടു കൂടി ഭാര്യമാരോട് പെരുമാറണം. എന്താ അണ്ടർസ്റ്റാൻഡിങ് വേ എന്ന് പറയുമ്പോൾ എന്താ? വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. സ്ത്രീകള് ഒരു ബലഹീന മാത്രമാണ്. അവർക്ക് ശാരീരികമായിട്ടുള്ള ബലഹീനതകളുണ്ട്. അവര് അവർ കായിക ശേഷി പുരുഷന്മാരുടെ അത്രയും മസിൽ പവർ ഇല്ല. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇമോഷണലായിട്ടും പല നീഡ്സ് ഉണ്ട്. നമ്മളുടെ ആ ഒരു സ്നേഹത്തിന്റെ, കരുതലിന്റെ വാക്കുകളും കാര്യങ്ങളും, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ അവള് കുറച്ചുകൂടെ ഒരു സ്ത്രീ എന്ന നിലയിൽ പല കാര്യത്തിലും പെട്ടെന്ന് ചിലപ്പോൾ കരച്ചിൽ വരാം, സെൻസിറ്റീവ് ആയിരിക്കാം, പല കാര്യത്തിലും ഒരു സ്പർശ്യത കൂടുതലായിരിക്കാം. പുരുഷന്മാരുടേതായ പല കാര്യങ്ങളിലെ ബലഹീനത ഉള്ളതുപോലെ തന്നെ ഭാര്യമാർക്ക് അവരുടേതായ രീതിയിലുള്ള ചില ഒരു ബലഹീന പാത്രമാണ്. അതൊരു താഴ്ത്തിക്കെട്ടി പറയുമല്ല, മറിച്ച് അതുകൊണ്ട് കൂടുതൽ കരുതൽ കൊടുക്കണം. ബലഹീന പാത്രമെന്ന് അവൾ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ, ജോയിന്റ് എയേഴ്സ് ആണ് എന്ന് പറഞ്ഞാല്, ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു. അതായത് ഒരു എന്താണ് പറഞ്ഞേ, ഒരു സിംഹാസനം ഉണ്ടെങ്കിൽ അവിടെ ഭർത്താവ് ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന, ഭാര്യ അവിടെ താഴെ ഒരു കൊരണ്ടയിൽ ഇരിക്കുമല്ല. ഭാര്യ കൂട്ടവകാശിയായിട്ട് അവിടെ രാജാവ് രാജ്ഞി എന്ന വണ്ണം. നിങ്ങളുടെ ആരോ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു രാജാവായിട്ട് നിങ്ങളുടെ വീട്ടില് വാഴണം എന്നുണ്ടോ? എങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭാര്യ ഒരു രാജ്ഞിയായിട്ട്, ഭാര്യയെ ഒരു വേലക്കാരത്തിയായിട്ട് കരുതുവാണെങ്കിൽ നിങ്ങൾ ഒരു വേലക്കാരനെ പോലെ ആയിരിക്കും വീട്ടിൽ ജീവിക്കേണ്ടി വരുന്നത്. എന്നാൽ ഭാര്യ ഒരു രാജ്ഞിയായിട്ട് നിങ്ങളെ ബഹുമാനിക്കുകയും കരുതുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രാജാവിനെ പോലെ ആ ഒരു ആത്മീയാധികാരത്തോടെ ഭവനത്തിലായിരിക്കാൻ ഒക്കും. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ആ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾ കണ്ടു വളർന്ന്. ശരിയാണ്, നിങ്ങൾക്ക് കുറവുകളും കാര്യങ്ങളൊക്കെ കാണുമെന്ന കുറവുകൾ വരുമ്പോൾ അത് ന്യായീകരിച്ചുകൊണ്ടിരിക്കാതെ അത് ഏറ്റുപറയുകയും തിരുത്തുകയൊക്കെ ചെയ്യുന്ന അപ്പനമ്മമാരെ കാണുമ്പോൾ അവർ ആ ഒരു പദ്യോപദേശത്തിലാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരേണ്ടതായിട്ടുള്ളത്. ഞങ്ങൾ വിവാഹ ജീവിതത്തിലുള്ള ബന്ധത്തിലുള്ള പല കാര്യങ്ങളും ഞങ്ങൾ അവിടുത്തെ വചനത്തിൽ നിന്ന് കാണുകയായിരുന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ കുറവുകളുള്ളവരാണ്. ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു. ഞങ്ങളുടെ വിവാഹ ജീവിതം കർത്താവേ, ഇന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ, അവിടുത്തെ മാതൃക പ്രകാരം കുറച്ചുകൂടെ സ്നേഹവും കരുതലും ബഹുമാനമുള്ളവരായി തീരാനായിട്ട് ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ആരും പൂർണ്ണതയുള്ളവരല്ല. ഞങ്ങളുടെ ബലഹീനതകളെ, ഞങ്ങളുടെ കുറവുകളെ ഒക്കെ കർത്താവേ ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, ക്ഷമിക്കേണ്ടത് ക്ഷമിക്കുവാനും, ക്ഷമയോദിക്കേണ്ടത് ക്ഷമയോദിക്കുവാനും, മറക്കേണ്ടതൊക്കെ മറക്കുവാനും, കർത്താവെ ഞങ്ങളുടെ പരാജയങ്ങളുടെ പല പാഠങ്ങൾ ഓർക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, പരസ്പരം ബഹുമാനിക്കുവാനും, സ്നേഹിക്കുവാനും, വിലമതിക്കുവാനും, സഹായിക്കുവാനും, കരുതുവാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിപ്പാൻ കർത്താവെ, സഹോദരിമാരുടെ ബഹുമാനത്തോട് കീഴടങ്ങിയിരിക്കാൻ കർത്താവെ, അങ്ങനെ ഒരു ദൈവത്തിന്റെ മാതൃകയുള്ള കുടുംബങ്ങളെ കർത്താവെ അവിടുന്ന് പണിതാട്ടെ. കുഞ്ഞുങ്ങൾക്ക് സ്വർഗീയമായിട്ടുള്ള വലിയ സമാധാനത്തിന്റെ സ്വസ്ഥതയുടെ അന്തരീക്ഷമുള്ള കുടുംബങ്ങളായിട്ട്, ചില മാതൃകയുള്ള കുടുംബങ്ങളായിട്ട് കർത്താവെ ഭവനങ്ങളെ ഓരോന്നും പണിയണമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവിടുന്ന് സമയവും ഞങ്ങൾക്ക് അനുഭവിച്ചതുപോലെ പ്രാർത്ഥന കേട്ടതിനോട് ശ്രദ്ധിക്കുന്നു. അവിടുത്തെ അതിസ്നേഹകാര്യങ്ങളെ നിറച്ചിരിക്കുന്നതോട് സ്തോത്രത്തിന്റെ ഈശ്വര മാതൃകയുള്ള